ഇത് അകാര ഓവനാണ്. ഇതൊന്ന് ഓൺ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുണ്ട്, കുറയ്ക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ടൈമറാണ്. ടൈമർ ഇട്ടാനുള്ളത് ഓക്കെ. പിന്നെ ഇതിൽ പ്രീ ഹീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ബട്ടനാണ്. പിന്നെ ഇവിടെ ഓണാക്കി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓഫായി കിട്ടും. അതിനുശേഷം ഇത് നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ അത് ഇത് ഞാൻ ഓൺ ചെയ്യാണ്. ഇവിടെ നമുക്ക് ആലു ഫിംഗർ ചിപ്സ് ആണ്. പിന്നെ ഇത് ടെമ്പറേച്ചർ ഓരോന്നിലുള്ളതുണ്ട്. ഇത് ഫിഷാണ്, പ്രോണാണ്, ഇത് പിസ്സ പ്രീഹീറ്റ്. പിന്നെ ഇത് 200 പ്രീഹീറ്റ് ഉണ്ട്. പിന്നെ ഓഫായി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓണാക്കാം. ഇതിന് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പം ഞാനിത് കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇതിൽ ഓവനിൽ എയർ ഫ്രയറിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 180 ഡിഗ്രിയിൽ. അപ്പോൾ അകാരോ എയർ ഫ്രയറിലുണ്ടാക്കിയ കേക്കാണിത്. അപ്പോൾ അതിൻ്റെ ഇതുപോലൊരു ഇതുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഈ കേക്കിൻ്റെ ട്രൈ വെച്ചത്. ഇതിനകത്ത് എപ്പോഴും ഫാന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഹീറ്റായിൽ നിൽക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളിതിൽ 2 ടീസ്പൂൺ കോക്കോ പൊടി, പിന്നെ 3 ടീസ്പൂൺ കോക്കോ പൗഡറും, ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഇതുപോലെ 1/3, ഇത് 1/3 കപ്പിൻ്റെയാണിത് മെഷർമെൻറ്റ്. ഇത് നമ്മളെടുത്ത് ഇങ്ങനത്തെ 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്, മൈദമാവ്. പിന്നെ നമ്മൾ ഇത് 1/4 കപ്പിൻ്റെയാണ് മെഷർമെൻറ്റ്. ഇതുകൊണ്ട് 2 കപ്പ് പഞ്ചസാര ചേർത്തുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് ഓയിലിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്തത് ഇത് 1 ഗ്രാമിൻ്റെ മെഷർമെൻറ്റിലുള്ള ഒരു സ്പൂണാണ്, 1 ഗ്രാം. അപ്പോൾ ഇതുകൊണ്ടൊരു 3-4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂണ് മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് എല്ലാം കൂടെ. അതിനുശേഷം കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ മുട്ട ഒന്നും ചേർത്തിട്ടില്ല, അതുപോലെ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. അല്പം വെള്ളം ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഞാനിത് കുക്ക് ചെയ്തത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ്, പിന്നെ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് ഇതിങ്ങനെയുള്ള ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്, എയർ ഫ്രയർ. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് ഇവിടെ ഒരു ട്രേ മാതിരിയുണ്ട്. ആ ട്രേയിൽ വെച്ചിട്ട് ഈ ട്രേ വെച്ചിട്ട് അതിന് മുകളിലേക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അകാര എയർ ഫ്രയർ സൂപ്പറാണ്. കേക്ക് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് 4 മണിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതിൽ ട്രൈ ചെയ്യാം.